ഒരുപാട് പേര് അലട്ടുന്ന ഒരു പ്രശ്നമാണ് കണ്ണിന്റെ താഴെ വരുന്ന കറുപ്പ് നിറം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളിത് പറയുന്നത് കണ്ണിന്റെ താഴെ കറുപ്പ് നിറം വരുന്നത് മൊത്തത്തിലുള്ള നമ്മുടെ ശരീരത്തിന്റെ വ്യത്യാസത്തിന്റെ ഭാഗമായിട്ടാണ്. കണ്ണിന്റെ താഴെയുള്ള തൊലിയാണ് ശരീരത്തിലെ ഏറ്റവും നേർന്ന തൊലി. അപ്പോൾ നമുക്ക് സ്ട്രെസ്, സ്ട്രെയിന്, അതുപോലുള്ള മാനസിക സംഘർഷം, ഉറക്കമില്ലായ്മ എല്ലാം വരുമ്പോൾ ആദ്യമായിട്ട് ചേഞ്ച് വരുന്നത് കണ്ട താഴെയുള്ള ഈ ഒരു തൊലിപ്പുറത്താണ്. അതിന് മെലാനിൻ കൂടുകയും അവിടെ നമുക്ക് കറുപ്പ് നിറം വരികയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് കോസ്മെറ്റിക്കുകൾ ഉപയോഗിക്കുകയോ അവിടെ മാത്രം ഇടുന്ന ക്രീമുകൾ ഇപ്പോൾ പല കമ്പനിക്കാരുണ്ട്, സേഫായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. നല്ല കമ്പനിയുടെ മെഡിക്കൽ കമ്പനികൾ തന്നെ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ യൂസ് ചെയ്യുന്നതിൽ വരെ തെറ്റില്ല. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഇത് എന്തുകൊണ്ട് വന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അതും കൂടെ നമുക്ക് പരിഹരിക്കാൻ ശ്രമിക്കണം. ചെയ്യാൻ ഒക്കുന്ന കാര്യങ്ങൾ ഈ വേനൽക്കാലത്ത് 8 ഗ്ലാസ് വെള്ളമെങ്കിലും നിരന്തരം നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് വെള്ളം കുടിക്കുന്നതിന് നല്ലതാണ്. 2, നമുക്ക് കിഡ്നി പ്രോബ്ലംസോ അല്ലെങ്കിൽ അനീമിയ, ഹീമോഗ്ലോബിനോ കുറവാണെങ്കിലും ഇതുപോലെ കണ്ട താഴെ കറുപ്പ് നിറം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഡോക്ടറെ കണ്ട് നമ്മുടെ ആ ഒരു ബ്ലഡ് ടെസ്റ്റും ബാക്കി കാര്യങ്ങളും ഒന്ന് നോക്കി കറക്റ്റ് ആക്കുക. മൂന്നാമതൊരു കാരണം, കണ്ണിൻ്റെ അകത്ത് കണ്ണടകൾ വെക്കുന്ന വ്യക്തികൾക്ക് ഈ പവർ കറക്റ്റായിട്ട് വെച്ചില്ല എങ്കിൽ അതിന്റെ സ്ട്രെസ് മൂലവും നമുക്ക് കണ്ട താഴെ കറുപ്പ് നിറം വരാൻ ഉള്ള സാധ്യതയുണ്ട്. കണ്ണടകൾ വെക്കുന്നവർക്കും ആ ലൈറ്റ് ചിലപ്പോൾ ആ സ്കിന്നിലോട്ട് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ആ രീതിയിലുള്ള കറുപ്പ് നിറം വരാൻ സാധ്യത. ഇതൊക്കെ നമ്മളൊരു ഒപ്റ്റിക്കൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇത് ഹൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ചെറിയ ടിന്റുള്ള കണ്ണടകളോ വെച്ച് കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെ വീട്ടിൽ ചെയ്യാൻ ഒക്കുന്ന മാർഗം, നമ്മളൊരു കോട്ടൺ ബോൾ എടുത്തിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുക്കുംബർ, നമ്മൾ വെള്ളരിക്ക എടുത്ത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് കണ്ണിന്റെ പുറത്ത് നമ്മൾ വെക്കുമ്പോൾ ഒരു കുളിർമ, അത് നമുക്കൊരു റിജുവിനേഷൻ ആയിട്ട് വരും. കണ്ടാകത്ത് തണുപ്പ് കൊടുക്കുമ്പോൾ അവിടെ കുറച്ച് റെസ്റ്റ് കിട്ടുകയും ഈ ഒരു കറുപ്പ് നിറം കുറച്ചെങ്കിലും മാറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കണ്ട താഴെ കറുപ്പുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. രാത്രി 8 മണിക്കൂറെങ്കിലും ഉറക്കം ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. മാനസിക സംഘർഷം, സ്ട്രെസ്, സ്ട്രെയിൻ ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അതിന് യോഗ, മെഡിറ്റേഷൻ, പ്രാർത്ഥന പോലുള്ള കാര്യങ്ങൾ സ്വീകരിച്ച് സ്ട്രെസ്സും സ്ട്രെയിനും കഴിവതും കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ ഒരു മെഡിക്കൽ ചെക്കപ്പും കൂടെ ചെയ്തിട്ട് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും വ്യത്യാസം കൊണ്ടാണ് ഈ ഒരു കണ്ട താഴെ കറുപ്പ് നിറം വരുന്നത് എന്ന് ഉറപ്പാക്കുക. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് മാറി കിട്ടാൻ, അതിൻ്റെ കൂടെ നമുക്ക് കോസ്മെറ്റിക്സോ അല്ലെങ്കിൽ മരുന്ന് കമ്പനിക്കാരുടെ ലേപനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനും തെറ്റില്ല. നേത്രരോഗങ്ങൾ നിസ്സാരവലിക്കപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മളിങ്ങനെ സർവേന്ദ്രിയനം നയനം പ്രധാനം, അതായത് എല്ലാ ഇന്ദ്രിയും ഏറ്റവും പ്രധാനം കണ്ണുകളാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് നമ്മൾ കൂട്ടുകാരെ കാണുമ്പോൾ ഒക്കെ നമ്മൾ പറയും കണ്ണിനെ കൃഷ്ണമണി പോലെ കാക്കണമെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഈ കണ്ണുകൾക്ക് ആൾക്കാർ ശ്രദ്ധ കൊടുക്കുന്ന വളരെ കുറവാണ്. കണ്ണിൻ്റെ അകത്ത് കണ്ണടകൾ വെക്കുന്ന ഒരാളാണെങ്കിൽ വർഷാവർഷം ചെക്ക് ചെയ്ത് ആ പവർ കറക്റ്റാണെന്നുള്ള ഉറപ്പാക്കണം എന്ന നിർബന്ധമുണ്ട്. 40 വയസ്സോട് അടുപ്പിച്ച് നമുക്ക് വെള്ളെഴുത്തിന്റെ പ്രായം വരുമ്പോൾ നമ്മളൊരു സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തി ആ സമയത്ത് ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ, ഞരമ്പിന്റെ കേടുകൾ, കാട്രാക്ട് ഒന്നും ഇല്ല എന്നുള്ള ഉറപ്പാക്കണം. അത് 40 വയസ്സിൽ ഫുൾ സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തി കഴിഞ്ഞാൽ പിന്നെ 3 വർഷത്തിലൊരിക്കൽ നമ്മൾ കണ്ണുകൾ ഒന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. 60 വയസ്സ് വരെ. 60 വയസ്സ് കഴിഞ്ഞാൽ വർഷാവർഷം ഒരു നേത്ര പരിശോധന അനിവാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കാഴ്ചക്കുറവിനുള്ള ഒരു പ്രധാന കാരണം ഡയബറ്റിസ് ആണ്. അതുകൊണ്ട് തന്നെ ഡയബറ്റിസ് ഉള്ള എല്ലാ വ്യക്തികളും വർഷാവർഷം ഒരു നേത്ര പരിശോധന നടത്തണം. ചിലർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ട്, കാഴ്ച മങ്ങിയതിന് ശേഷമാണ് നമ്മൾ പരിശോധന നടത്തേണ്ടതെന്ന്. അങ്ങനെയല്ല. ചില അവസരങ്ങൾ കാഴ്ച മങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്ന കാഴ്ച അല്ലെങ്കിൽ മങ്ങുന്ന കാഴ്ച തിരിച്ചു കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടായത് കൊണ്ട് നല്ല കാഴ്ച ഉള്ളപ്പോൾ തന്നെ 40ാമത്തെ വയസ്സിൽ സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തിയിട്ട് നല്ല കാഴ്ച ഉണ്ടെങ്കിലും 3 വർഷത്തിലൊരിക്കൽ നമ്മൾ ഐ ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ വർഷാവർഷം ചെയ്യാം. അപ്പോൾ പലപ്പോഴും ആൾക്കാർക്കൊരു ബുദ്ധിമുട്ട്, ഡോക്ടറെ കാണാൻ ചിലപ്പോൾ കണ്ണിൽ തുള്ളിമരുന്ന് ഒഴിച്ചാൽ കൃഷ്ണമണി വികസിപ്പിച്ച് 1-2 മണിക്കൂർ കാത്തിരിക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസവും അടുത്ത ദിവസവും ഒക്കെ കാഴ്ചയ്ക്ക് മങ്ങൽ കാണും. അപ്പം ജോലിക്ക് പ്രയാസമാകും എന്നൊക്കെ വിചാരിച്ച് പലപ്പോഴും ഐ ചെക്കപ്പ് ചെയ്യാൻ മടിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ണടകൾ നമ്മുടെ കണ്ണിൽ തുള്ളിമരുന്ന് ഒഴിക്കാതെ തന്നെ, കണ്ണ് ഡയലേറ്റ് ചെയ്യാതെ തന്നെ കണ്ണിന്റെ നാഡിയുടെ ഫോട്ടോ എടുക്കുന്ന ഉപകരണങ്ങൾ മിക്ക ഐ ഹോസ്പിറ്റൽസിലും ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ണിൽ തുള്ളിമരുന്ന് വെച്ച് നോക്കണമെന്നുള്ള നിർബന്ധം വരുന്നില്ല. കണ്ണിൽ നമ്മൾ ഇതുപോലെ ഞരമ്പിന്റെ ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുന്നെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഫർദർ ടെസ്റ്റുകൾ ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന്റെ തുള്ളിമരുന്ന് ഒഴിച്ച് കൃഷ്ണമണി വികസിപ്പിച്ചാലേ കാഴ്ച പരിശോധിക്കാൻ ഒക്കൂ. അപ്പൊ അതിനുവേണ്ടി ഒരു ദിവസം കണ്ടെത്താൻ വേണ്ടി ചിലപ്പോൾ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ചിലപ്പോൾ നമ്മളിങ്ങനെ ഒരു സ്വീകാര്യമായ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. അപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പോൾ വരുന്നില്ല.
കണ്ണിന്റെ ഒരു ഫോട്ടോ എടുത്താൽ തന്നെ പലപ്പോഴും നമുക്കൊരു പരിഹാരം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിർബന്ധമായും 40 കഴിഞ്ഞ വ്യക്തികൾ ഒരു നേത്ര വിദഗ്ധനെ കാണിച്ച് വെള്ളത്തിന് കണ്ണടകൾ വെക്കുന്നതിന്റെ കൂട്ടത്തിൽ ഗ്ലോക്കോമ, റെറ്റിനോപ്പതി, ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജൻ പോലത്തുള്ള അസുഖങ്ങൾ ഇല്ല എന്നുള്ള ഉറപ്പാക്കണം.